ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അയ്യോ ചിരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ അതിരാവിലെ ഞങ്ങൾ ഇറങ്ങി ഉണർന്നപ്പോൾ അതിരാവിലെ ആയിരുന്നു. ഇപ്പോൾ 9 മണിയായിരുന്നു. ഞങ്ങൾ ചപ്പോര ഫോർട്ടി വന്നിരിക്കുകയാണ്. ഇന്നപ്പോൾ കുറച്ചൊരു മഴക്കോളാണ് കേട്ടോ. വെയിലൊന്നും ഇല്ല ഇതുവരെ. ഇവിടെ ഇപ്പോൾ കുറച്ചധികം പടികളുണ്ട്. ഇത് കയറി വേണം പോകാൻ. താങ്ക് യു ഉണ്ണിമ്മ. ശരി. ഇവിടെ ഇങ്ങനെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് കടലാണ് കേട്ടോ. അടിപൊളിയാണ്. കുറച്ചധികം ഉണ്ട് കയറാൻ. ഞങ്ങളുടെ എൻ്റെ സുബിനൊന്നും ആരോഗ്യം അത്ര ഫിറ്റ്നസ് അത്ര പെർഫെക്റ്റ് അല്ല. അതുള്ളവർക്ക് ചുമ്മാ പുട്ട് പോലെ കയറി പോകാൻ പറ്റുമായിരിക്കും അല്ലേ? അതെ. ഇടുക്കിക്കാർ അഞ്ജലിയൊക്കെ ഇത് കേട്ട് കഴിഞ്ഞാൽ ചിരിച്ച് തള്ളും അല്ലേ? അഞ്ജലിയൊക്കെ ഡെയിലി തുണി കഴിയിട്ട് ഉണക്കായിടുന്ന ഇത്രയും മണ്ടയിലാണ്. അഞ്ജലി ഇത് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ചവിട്ടിക്കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. അഞ്ജലി രാവിലെ 5 മണിക്ക് എണീച്ചിട്ട് തുണി നനയ്ക്കും. ശരിക്കും ഞങ്ങൾ ഇടുക്കി പോയപ്പോൾ ഞങ്ങൾ അഞ്ജലി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ അഞ്ജലി ശരത് സാർ അഞ്ജലിയൊക്കെ ഞങ്ങളെ ഇടുക്കി കാണാൻ കൊണ്ടുപോയി. അപ്പോൾ അവർ കുറച്ച് ഓഫ് ബീറ്റ് ലൊക്കേഷൻസൊക്കെ പ്ലാൻ ചെയ്ത് ട്രക്കിനൊക്കെ കൊണ്ടുപോയി. സംഗതി അടിപൊളിയായിരുന്നു. പക്ഷേ എൻ്റെ എനിക്കൊരു മാസമൊക്കെ മുട്ട് തന്നെയായിരുന്നു. എനിക്കിങ്ങനെ മുട്ട് വയ്യാത്തതാണ് കേട്ടോ. അപ്പോൾ ആ ട്രിപ്പോടുകൂടി പറഞ്ഞ പോലെ പിണ്ടവിളക്കി പോയി ഇതെത്തി. അപ്പോൾ ഇങ്ങനെ ചപ്പോര ഫോർട്ടിന് മുകളിലെത്തുമ്പോൾ നമുക്ക് ഒരു സൈഡിൽ ചപ്പോര റിവറും ദേ കാണുന്നതാണ് ചപ്പോര റിവർ, മറ്റേ സൈഡിൽ കടലും ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ വ്യൂ കാണാൻ പറ്റും കേട്ടോ. നല്ല രസമായിരുന്നു എൻ്റെ മുകളിൽ. ഞങ്ങൾ ആക്ച്വലി ഒരു കഥയുണ്ട്. ഞങ്ങളിവിടെ പണ്ട് വന്നപ്പോൾ അല്ലേ ഉണ്ണി, ഞങ്ങളിവിടെ സൺസെറ്റ് കാണാമെന്നും പറഞ്ഞ് വന്നു. എന്നിട്ട് സൺസെറ്റ് കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളൊരു ഫോട്ടോയൊക്കെ ഉണ്ട് ഇങ്ങനെ ബാഡ് ലക്ക് സൈനൊക്കെ കാണിച്ച ആ ഫോട്ടോ ഇപ്പോഴെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാനതും കൂടെ എൻ്റെ കൂട്ടത്തിൽ ഇടാം. അപ്പോൾ പക്ഷെ ഞാൻ പറയാൻ വന്നതല്ല, അന്നൊക്കെ അപ്പോൾ ഇവിടെ സൺസെറ്റ് ടൈമിന് കയറ്റുമായിരുന്നു തോന്നി. ഇപ്പോഴും കയറ്റുമോ എന്തോ. പക്ഷേ ഇപ്പം നമ്മൾ ഗൂഗിളിൽ നോക്കുമ്പോൾ ടൈം കൊടുത്തേക്കുന്നത് 5 മണി വരെ ഉള്ളൂ എന്നാണ്. ഫോട്ടോ എന്ന് പറയാൻ ആക്ച്വലി ഒന്നുമില്ല, മതിലുകൾ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം റൂയിൻസ് ആണ്. ഇതാ അതുണ്ട് ഈ സ്ഥലം തന്നെ ദിൽജാത്ത അല്ലേ? ഇവിടെ കാണാനല്ലേ ഇരുന്നു ദിൽജാത്ത. എവിടെ ഏതാണ് അവിടെ ഉണ്ട്. ഇതുപോലൊരു ഗോപുരം ആ ഷോട്ടിലും ഉണ്ട് അല്ലേ? ഉണ്ടെന്നല്ലേ തോന്നുന്നത്. ഇതാണെന്ന് തോന്നുന്നത്. അവിടെ ഗോപുരം ഇല്ലെങ്കിൽ ഇതാണ്. ജാനം ആസ് യൂഷ്വൽ മണ്ണ് വരാനും കല്ല് വരാനും ആ ഒരു പോകുന്ന പോക്ക് ഉണ്ടല്ലേ. എന്തിനു മണ്ണെടുത്ത് തലയിലിട്ട് എന്ത് ജാനമാ അതും ചൊവ്വാന്നിരിക്കുന്ന മണ്ണ്. ആ ഇതിന് കളർ പോലും പോകാൻ സംശയം. നമ്മൾ ഗോവയിൽ വന്നപ്പോൾ മുതൽ ഈ ഒരു കളറ് ചെരുപ്പിന്ന് പോണേ ഇല്ല ഒരു വിധത്തിൽ. തലേന്ന് പോകാൻ ദൈവത്തിനറിയാം. പിള്ളേർക്ക് ഇതൊക്കെയുള്ള ഒരു സന്തോഷം. ഈ ഗോപുരം തന്നെയാണ് ദിൽചാത്ത എടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പം സുബിൻ ഗൂഗിൾ ചെയ്തിട്ടൊക്കെ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് വ്ളോഗിൽ പറഞ്ഞ ആ ലക്ഷറി പ്രോപ്പർട്ടി. ഇതായി വ്യൂ കണ്ടില്ലേ ഇവിടുത്തെ? ഈ വ്യൂവിനാണ് ഈ കാശ് മൊത്തം. ദ കേപ്പ് ഗോവ. ഇവിടെ ബാൽക്കണിയുടെ അവിടെ തന്നെ ജക്കൂസി ഒക്കെ ഉണ്ട്. അടിപൊളി. ഇത് അവിടെ കാണുന്ന അവരുടെ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അവിടെ നിന്ന് നല്ല വ്യൂ ആണ്. റൂം ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. ചിലപ്പോൾ ഒരു കോലം കിട്ടാ. അല്ല കുഴപ്പമില്ല. യെസ്, ഇതാണ് റൂം.
ആൻഡ് ഒരു കബേർഡ് ഉണ്ട്, ഇവിടെ ഒരു മിറർ, അവിടെ ഒരു കബേർഡ്, ടി വി ആൻഡ് ഇതാണ് ബാത്റൂം. അയ്യോ, ഇവിടെ ഒരു പടിയുണ്ട് കേട്ടോ ബാത്റൂമിലോട്ട്. അപ്പോൾ ജാനും ഈ പടി ഇറങ്ങിപ്പോയി വീഴാതിരിക്കാൻ വേണ്ടി ലോക്ക് ചെയ്ത് വെച്ചു. ആണല്ലേ, പടിയൊക്കെ ഉണ്ട്. ഇതാണ് ഓൾമോസ്റ്റ് ഒരു ഓപ്പൺ ഷവർ പോലെ, പക്ഷെ മുകളിൽ ഓലയുണ്ട്. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. കുറച്ച് എക്സ്പെൻസീവ് ആണ്, കുറച്ച് എക്സ്പെൻസീവ് അല്ല, കുറച്ചധികം എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഈ ഒരു വ്യൂവിന് വേണ്ടി ഒരു ദിവസമൊക്കെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം എന്നുണ്ടെങ്കിൽ വർത്താണോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ പ്രയോറിറ്റി പോലെ ഇരിക്കും ആക്ച്വലി. പക്ഷെ നല്ല വ്യൂ ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ വന്ന് ജസ്റ്റ് ഇവിടെ തന്നെ നിന്ന് റിലാക്സ് ചെയ്തിട്ട് പോകാനാണെങ്കിൽ വെർത്തായിരിക്കാം. ഇപ്പം ഞങ്ങൾ ആക്ച്വലി ഈ പ്രോപ്പർട്ടി യൂഷ്വലി നല്ല റേറ്റിലാണ്. ഞാൻ ഇത്തിരി കുറവായിട്ട് കണ്ടപ്പോഴാണ് ബുക്ക് ചെയ്തത്. ആൻഡ് യൂഷ്വലി ഇവിടെ 2 nights സ്റ്റേ കമ്പൽസറി ആണ്. പക്ഷേ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ 1 night ആയിട്ട് കണ്ടു അവരുടെ വെബ്സൈറ്റിൽ, അപ്പോഴാണ് ബുക്ക് ചെയ്തത്. ബിക്കോസ് ഞങ്ങൾക്ക് എന്തായാലും 2 ദിവസം ഇവിടെ ഈ ഒരു ഏരിയയിൽ നിൽക്കാൻ പ്ലാൻ ഇല്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ 1 day ആയിട്ട് കണ്ടു, അതുകൊണ്ട് ഞാൻ ബുക്ക് ചെയ്തു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 2 days എന്നുള്ള റൂൾ അവർക്കുണ്ട്. പക്ഷേ 2 days വെച്ച് പലരും ബുക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം ചിലപ്പോൾ ഇങ്ങനെ ആരും ബുക്കിംഗ് ഇല്ലാതെ കാണുമല്ലോ. അങ്ങനെ ഉള്ളപ്പോഴാണ് അവരത് ഇടുന്നത്. അപ്പോൾ വെബ്സൈറ്റിൽ അങ്ങനെ കാണുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും. കണ്ടില്ലെങ്കിൽ യൂഷ്വലി അവരുടെ റൂൾ 2 days എന്നാണ്. 2 days ഇത് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങളുടെ സ്പെൻഡ് ചെയ്യാൻ കുഴപ്പമില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഓഫ് കോഴ്സ് നല്ല വ്യൂ ഉള്ള നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. നമ്മൾ കഴിക്കാൻ പോകണം. അപ്പോൾ കഴിക്കാൻ പോകാൻ അവരുടെ റെസ്റ്റോറൻറ്റിൽ തന്നെ ആ സീ സൈഡ് ഫേസ് ചെയ്യുന്ന ടേബിൾസ് ഒഴിയുവാണെങ്കിൽ അവർ വിളിക്കാം, അത് റിസർവ് ചെയ്തിട്ട് വിളിക്കാം എന്നാണ് പറഞ്ഞത്. ഇതുവരെ വിളിയൊന്നും വന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് വിശക്കുന്നതുകൊണ്ട് ഞങ്ങൾ പോകാൻ പോവുകയാണ്. ജനുവി പോവാം. അതെ, ഇനിയിപ്പോൾ ഏത് ടേബിൾ കിട്ടിയാലും വിശപ്പിൻ്റെ കാര്യം അങ്ങനെയാണല്ലോ. നല്ല വിശപ്പടിക്കുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ടേബിളൊന്നും ഒരു വിഷയമല്ല. ഇതാണ് ഇവരുടെ റെസ്റ്റോറൻറ്റ് ഏരിയ. ഇവിടെ നമ്മൾ ലഞ്ചിന് വന്നപ്പോഴേ 4:30 ഇവിടെ ഇപ്പം ലൈവ് മ്യൂസിക് ഒക്കെ നടക്കുന്നുണ്ട്. കൊള്ളാം മൊത്തത്തിൽ. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണ്, ആസ് യൂഷ്വൽ എക്സ്പെൻസീവ് പ്രോപ്പർട്ടി ആകുമ്പോൾ റെസ്റ്റോറൻറ്റ് ഫുഡ് എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ ഈ വ്യൂവിനാണ് നമ്മളെല്ലാം കാശ് കൊടുക്കുന്നത്, ഫുഡിനല്ല വ്യൂവിനാണ്. അപ്പോൾ അതുപോലെയാണ്, എക്സ്പെൻസീവ് ആണ്. കുഴപ്പമില്ല, എന്തായാലും വന്നു. അപ്പോൾ ഇവിടുത്തെ എല്ലാം ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നു. അപ്പോൾ ലഞ്ച് കഴിക്കുന്നത് 4:30. ഇനിയിപ്പോൾ എന്താ അടുത്ത പരിപാടി എന്നറിയില്ല, നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ ഫുഡും കഴിച്ചിട്ട് എത്തിയിരിക്കുകയാണ്. കാബോ ദി രാമ ഫോർട്ട്. സൗത്തിൽ കാണേണ്ട ഒരു ഫോർട്ടാണെന്ന് തോന്നി ഈ സംഭവം. ഇത് ആക്ച്വലി ഇതുവരെ കണ്ടതിനെക്കാട്ടിലൊക്കെ ഒരു വ്യത്യാസം പോലൊക്കെ തോന്നുന്നല്ലേ. എൻ്റെ ഫ്രണ്ടൊക്കെ കണ്ടിട്ട് നോക്കാം. ഇതാണ് കാബോ ദി രാമ ഫോർട്ടിൻ്റെ ഡീറ്റെയിൽസ്. ഇത് ആക്ച്വലി ഇവിടുന്നകത്തൊരു ചേർച്ച്, എന്ത് ചേർച്ച്? ചാപ്പൽ ഓഫ് സെയിൻറ്റ് ആൻ്റണി ആണ് ഈ കാണുന്നത്. അവിടെ നമ്മൾ കാണുന്നതാണെന്ന് തോന്നുന്നു ഫോർട്ടിൻ്റെ ആക്ച്വൽ ഒരു ഫോർട്രസ് പോലത്തെ. അത് അങ്ങോട്ട് ഇനി പോകണം. ഇത് ചാപ്പലാണ്. ഇത് ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. ജാനുവയുടെ ഓട്ടം ജാനുവയുടെ അച്ഛൻ ക്യാമറയിൽ പകർത്തുകയാണ്. ചില സമയത്ത് ഓട്ടം കാണും. ടിങ് 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 ആ പോക്കാണ് കാണും. ഇവിടെ ഒരു പെബിൾ ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്. ബീച്ച് ഫുള്ള് പെബിൾസ് ആയിട്ടുള്ളൊരു ബീച്ചുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് ഈ കാബോ ദി രാമ ഫോർട്ടിൻ്റെ അടുത്താണെന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. വ്ളോഗ്സിലൊക്കെ തന്നെ ഞാനും കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് അന്വേഷിച്ച് വന്നപ്പോഴത്തേക്കും ഇതിനകത്തൂടെ തന്നെ ഇതാ ഇങ്ങനൊരു വഴിയാണ്. നമ്മളിപ്പോൾ ആ ചേർച്ചിൻ്റെ അവിടെ വന്നില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ നേരെ ഒരു വഴി കിടക്കുകയാണ്. ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് ഇതെന്തോ സ്റ്റെപ്സൊക്കെ ഇറങ്ങി പോവുക, താഴോട്ട് പോവുക, അങ്ങനെ എന്താണ്ടോ ആണ്, ഓർമ്മയില്ല ഇപ്പം. അപ്പം എന്തായാലും അങ്ങോട്ട് പോയി നോക്കുകയാണ്. പിന്നെ ഏറ്റവും വലിയ സംഭവം ഇവർ 5-5:30 ആകുമ്പോൾ അടയ്ക്കും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ടൈമായി.
അതുകൊണ്ട് വേഗം വെച്ച് പിടിച്ച് പോവുക. ഇനി അത് കഴിഞ്ഞ് ചെന്നിട്ട് വേണം ആ മുകളിൽ ആ ഫോർട്ടിൻ്റെ പോർഷൻ കാണാം. അത് കണ്ടില്ല. ആദ്യം താഴെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നു. അപ്പോൾ പോയി നോക്കാം. അതാണൊരു പെബിൾ ബീച്ച്. പക്ഷേ ഒരു പെബിൾ ബീച്ചല്ല, അതാണ് പെബിൾ ബീച്ച്. പക്ഷെ രസം അതല്ല, ഈ ഒരു വഴി ഇറങ്ങി വേണം പോവാൻ. കുറച്ച് സ്റ്റീപ്പ് സ്റ്റെപ്സ് ഒക്കെ ആയിട്ട് ഒരു വഴി ഇറങ്ങി, ഒത്തിരി സ്റ്റെപ്സ് ഇറങ്ങി വേണം പോവാൻ. ഇവളെ കൊണ്ട് പറ്റുമോ നോക്കി ഞങ്ങളിങ്ങനെ ഒന്ന് ജസ്റ്റ് നിന്നതാ ഇവിടെ. നോക്കട്ടെ. ആരെയും മമ്മി എന്തായാലും ധൈര്യം സംഭരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. കയറാനായിരിക്കും പാടാവാൻ തോന്നുന്നത്. നോക്കാം. അവരങ്ങ് താഴെ എത്തിക്കഴിഞ്ഞു. ഞാനിവിടെ ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്ന് പോവാണ്. ഉണ്ണി ഇത് കുറച്ച് പാടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്പീഡിൽ പോവാന്ന് പറഞ്ഞ് ചടപടപടപടാന്ന് ഇറങ്ങി അങ്ങ് എത്തി അവർ. ഇതാ തറ മൊത്തം ഇങ്ങനത്തെ കുട്ടിയല്ല, ഐ മീൻ വലിയ പെബിൾസാണ്. കുട്ടിയും ഉണ്ട്, എല്ലാം കൂടെ മിക്സ്ഡായിട്ട്. കുറച്ച് പാറ പോലത്തെ പല കളറിൽ. ഓക്കെ, ഇവിടെ നല്ല ഷേപ്പിലൊക്കെ കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ മിക്കപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യമുണ്ട്, ഞങ്ങളെപ്പോഴും സുവീനിയേഴ്സ് എല്ലായിടത്തുനിന്നും കൊണ്ടുപോകും. ചിലയിടത്തുനിന്ന് വാങ്ങിക്കും, ചിലയിടത്തുനിന്ന് നമുക്ക് ഇതുപോലത്തെയൊക്കെ സാധനങ്ങൾ കിട്ടും. ഞങ്ങൾ ഹിമാചലിൽ പോയപ്പോൾ അവിടുത്തെ പൈൻ കോൺസ് പറക്കിക്കൊണ്ട് വന്നായിരുന്നു. ഇപ്പോൾ ഈ പെബിൾ ബീച്ചിൽ നിന്ന് നല്ല ഭംഗിയുള്ള പെബിൾസ് നോക്കി എടുത്തുകൊണ്ടിരിക്കും. പിന്നെ ഫുള്ളി ഫ്ലാറ്റായിട്ടിരിക്കുന്ന പെബിൾസ് ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. ഞാൻ പറയുന്ന വല്ലതും കേൾക്കാമെന്ന് എനിക്കറിയത്തില്ല. നല്ല തിരയുടെ ശബ്ദമുണ്ട്. എന്തായാലും കുറച്ച് നേരം വന്നിരിക്കുക. അടിപൊളി സ്ഥലമാണ്. കുട്ടിക്കല്ല, ജാനുവിക്ക് അമ്മയ്ക്ക് ഓരോ കുട്ടിക്കല്ല. ജാനുമി അച്ഛനും കൂടെ സ്ഥിരം പരിപാടിയിൽ പോകുന്നുണ്ട്. താങ്ക് യു ഉണ്ണിമ. ഉണ്ണിമ മിക്കവാറും എന്നെ തെറി വിളിക്കും. നിങ്ങൾ വിചാരിക്കല്ലോ കേട്ടോ ഞാൻ ഇത് ഒരു കൈ തരുമോ? ഞാൻ ഇത് മനപ്പൂർവ്വം കൊച്ചിനെടുക്കാതെ. അയ്യോ കല്ല് പോയി. വേറെ ഉണ്ടല്ലോ ജാനുമിക്ക്. അച്ഛനെല്ലാം കേട്ടോ. തരും. എന്നെ കൊണ്ട് സത്യമായിട്ടും പറ്റാത്തതുകൊണ്ടാണ്. ഞങ്ങൾ രണ്ടുപേരുടെ ഫിറ്റ്നസ് ശരിയാക്കാനുണ്ട്. എന്ത് ചെയ്യണം? എൻ്റെ അതപ്പോൾ നിങ്ങൾക്ക് ക്യാമറ കേൾക്കാമെന്ന് അറിഞ്ഞൂടാ. പടിയും കൂടെ അല്ലേ, അതും പ്രോപ്പർ പടിയല്ല, മറ്റേ സ്റ്റീപ്പാണ്. മറ്റേ കല്ല് വെച്ച് ഇങ്ങനെ ടക്കണം, ഇങ്ങനെ അക്കറ ബക്കറ വെട്ടി വെച്ചിരിക്കുന്ന പടിയാണ്. പക്ഷെ അതൊന്നും അല്ല സംഗതി. ഞങ്ങൾ ഫിറ്റല്ല അല്ല. രാത്രി മാത്രം ഫിറ്റാവും, ഫിറ്റല്ല അത് നീ. അയ്യോ, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ശ്വാസം പിടിച്ചിട്ട് കാണാം. അല്ല, ശ്വാസം തിരിച്ചു പിടിച്ചിട്ട് കാണാം. അതെ, ശ്വാസം തിരിച്ചു പിടിച്ചോന്ന് ചോദിച്ചാൽ പിടിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ മറ്റേ ഫോർട്ടിലേക്ക് കയറാനുള്ള പടികൾ ഇത് എത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എങ്ങനെ ശ്വാസം പിടിച്ച് കയറിയേ പറ്റൂ. കയറട്ടെ. നമ്മളിപ്പോൾ ഇതാ ഫോർട്ടിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഒരു ടോപ്പ് പോർഷൻ. പക്ഷേ ഇത് മാത്രമല്ല, ഇത് ഈ കാണുന്ന ഇതെല്ലാം ഫോർട്ടിൻ്റെ മതിലാണെന്നാണ് തോന്നുന്നത് അല്ലേ? അത് ആരൊക്കെയോ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. ഞങ്ങൾക്കിനി ആവത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത്. തുമ്പിലിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കും. പക്ഷെ ദ വ്യൂ ഇസ് അമേസിങ്. ഇന്ന് മഴ ആയതുകൊണ്ട് കുറച്ചൊരു ഡൾനെസ് ഉണ്ട് കടലിന്, പക്ഷെ അല്ലെങ്കിൽ അടിപൊളിയാണ്. ഞാനും പോവാം. ഇത് കണ്ട്, ഇത് അങ്ങോട്ട് കയറിയ പടിയായിരുന്നേ. ഇത് നല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ഇതിലൊരു പടിയുടെ ഹൈറ്റ് എത്ര ഉണ്ടെന്ന്. അതുകൊണ്ട്
ക്യാമറ മനസ്സിലാവുമോ എന്തോ. ക്യാമറയിൽ ആക്ച്വലി എനിക്ക് കണ്ടിട്ടാണ് ചെറുതായിട്ട് തോന്നുന്നത്, പക്ഷെ ഒരു കട്ടപ്പടി. ഇതാ ഒരു പടി ഇറങ്ങുമ്പോൾ ഞാൻ ഇത്രയും താഴോട്ട് അത്ര ഹൈറ്റ് ഉണ്ട് ഈ പടിക്ക്. നല്ല ഉണ്ടോ? എന്തായാലും വല്ലവിധം താഴെ എത്തി. ഇനിയിപ്പോൾ റൂമിൽ പോട്ടെ. ഈ ആല് നോക്കൂ, കാണാൻ വയ്യ അങ്ങോട്ടൊക്കെ ഇരുട്ട്. ജാനുമ്മ പോവാടാ. ജക്കൂസിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. നല്ല സൺസെറ്റ്. ആക്ച്വലി നേരത്തെ കുറച്ചുകൂടെ നല്ല ഭംഗിയാണ്. ഏറ്റവും നല്ല ജാനുമയാണ് ഏറ്റവും കൂടുതൽ എൻജോയ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഡേ 6 അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചു പോയത് ജക്കൂസിയിൽ കിടന്ന് ഈ വ്യൂ ഒക്കെ കണ്ട് കുറേ നേരം കിടന്നു, ഡിന്നർ കഴിച്ചു. പിന്നെ കയറി കിടന്നാൽ മാത്രമേ ഓർമ്മയുള്ളൂ, ടയർഡായിരുന്നു. അപ്പോൾ ഡേ 7 കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.